എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. മാവ് അരച്ച ഉടനെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 3 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 4 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കാം. 1/2 കപ്പ് തേങ്ങ, 3 ടേബിൾ സ്പൂൺ ചോറ്, ഏത് ചോറ് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ മട്ടരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യമുള്ളത് മൈസൂർ പൂവൻ പഴം 3 എണ്ണം. നല്ല പഴുത്ത പഴം തന്നെയായിരിക്കണം. ഈ പഴം ചേർക്കുന്നത് കൊണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രത്യേക ഒരു സ്മെല്ലും ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് 3 ഏലക്ക ഇടാം. 2 ചെറിയ പീസ് ചുക്ക്. ഏലക്കയുടെയും ചുക്കിൻ്റെയും പൊടി ഉണ്ടെങ്കിൽ ലാസ്റ്റ് മിക്സ് ചെയ്താലും മതി. ഇനി 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പാനിയാക്കി എടുക്കാം. മിക്സിയിലേക്ക് ഇട്ട ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. തരിതരിപ്പായി വേണം മാവ് അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ചൂടോടുകൂടിയ ശർക്കരപ്പാനിയുടെ പകുതി ഒഴിക്കാം. ഒന്നുകൂടി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ചെറിയ തരികളോടുകൂടിയാണ് അരച്ചെടുത്തത്. ഇനി ഇത് ബൗളിലേക്ക് ഒഴിക്കാം. ബാക്കിയുള്ളത് കൂടി അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി ഒഴിക്കാം. ചൂടോട് കൂടി തന്നെ വേണം ഒഴിക്കാൻ. ഇതും അതേപോലെ തരികളോടുകൂടി അരച്ചെടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 2 അച്ച് വെള്ളം വേണ്ടി വരും. 3 അച്ച് വെള്ളമാണ് ശർക്കരപ്പാനിയാക്കിയത്. കുറച്ചും കൂടി മധുരത്തിനായി 1/2 കപ്പ് വെള്ളപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാൻ ശർക്കരപ്പൊടി ഇതുപോലെ ചേർത്താൽ മതി. പാനി ചൂടോടെ ചേർത്തത് കൊണ്ട് മാവിനിപ്പോഴും ചെറിയ ചൂടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. കുറച്ച് എള്ളും. പത്ത് മുതൽ 15 മിനിറ്റ് വരെ റെസ്റ്റിനായി വെക്കാം. റെസ്റ്റിനായി വെക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. മാവൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. മാവ് ഒഴിക്കാം. മീഡിയം ടു ലോ ഫ്ലെയിം മാറി മാറി ഇട്ടിട്ട് വേണം ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ. തിരിച്ചിട്ട് കൊടുക്കാം. ഒന്നുകൂടി തിരിച്ചിടാം. നല്ല ഗോൾഡൻ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ബ്രൗൺ കളറായി എടുക്കാം. റെഡി ആയിട്ടുണ്ട്. എടുക്കാം. അപ്പോൾ സോഡയൊന്നും ചേർക്കാതെ വളരെ സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. അതേപോലെ തന്നെ നല്ല ലെയേഴ്സായിട്ടും വന്നിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ മാവും 2-3 ദിവസമെല്ലാം ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഉണ്ടാക്കിയെടുക്കാം. 4 മണി ചായക്കൊപ്പം ചൂടോടെ വിളമ്പാം.